ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള തിരിച്ചടിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ ഒരു ഹാർഡ് ഹിറ്റിംഗ് നേരിടേണ്ടി വന്നെങ്കിലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് മറ്റു രണ്ട് രാജ്യങ്ങളാണെന്നുള്ളതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു രണ്ട് രാജ്യങ്ങൾ നമുക്കറിയാം, പാകിസ്ഥാനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന തുർക്കിയും ചൈനയുമാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും കാരണം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച ഈ ഒരു വേളയിലും കൊടുത്ത് സഹായിച്ച രണ്ട് രാജ്യങ്ങൾ ചൈനയും ടർക്കിയും തന്നെയായിരുന്നു. ടർക്കിയുടെ 300-ൽ പരം അല്ലെങ്കിൽ 400-ൽ പരം ഡ്രോണുകളും മിസൈലുമാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് വിക്ഷേപിക്കുകയും അത് നമ്മളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് നമുക്കതിനെ ഒക്കെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പം ഇവിടുത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കുറെ കാലമായിട്ട് ആയുധങ്ങളുടെ കയറ്റുമതിയിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ തദ്ദേശീയമായിട്ട്, അതായത് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത പലതരത്തിലുള്ള ആയുധങ്ങൾ, സ്വയം എന്ന് പറയുമ്പോൾ ഒക്കെ അതിൽ ചിലതൊക്കെ റഷ്യയുടെ കൊളാബറേഷൻ ഉണ്ട്, ചിലത് ഇസ്രായേലിന്റെ കൊളാബറേഷൻ ഉണ്ട്, മറ്റു ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്വയം നിർമ്മിക്കുന്ന ആയുധങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കയറ്റുമതിയിൽ നമുക്ക് ക്രമാതീതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിനും ഇപ്പം പെട്ടെന്ന് തന്നെ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും വളരെ നമ്മൾ മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കും. അതിനുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ ഇന്ത്യൻ നിർമ്മിത എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ വളരെ വിജയകരമായിട്ട് നമ്മൾ പ്രതിരോധിച്ചതും നേരിട്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ടോപ്പിക്കോട് സംസാരിക്കുന്നത്. പാകിസ്ഥാന് ഫിസിക്കലായിട്ടുള്ള തിരിച്ചടി കിട്ടിയെങ്കിലും അതല്ലാതെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി ചൈനയ്ക്കും ടർക്കിക്കും ലഭിച്ചു എന്നുള്ളതാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് ആ ആയുധങ്ങളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന്, ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ലോകത്തിന് മനസ്സിലായി. ലോകത്തിന് ലോകരാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ പറയുന്ന അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യ എത്രത്തോളം സൈനികമായിട്ട് നമ്മൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ രാജ്യമാണ്, ഏത് തരത്തിലുള്ള അറ്റാക്കും നമുക്ക് വിജയകരമായിട്ട് പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ നേരിടുവാനും സാധിക്കും എന്നുള്ളത് ഒരു ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളതിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം മോഡേൺ ടെക്നോളജിയുടെ അല്ലെങ്കിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്താൽ നമ്മൾ നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും അതുപോലെ തന്നെ നമ്മൾ വളരെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ യുക്തിപൂർവം നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വൈദഗ്ധ്യമുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മേടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ നമ്മൾ ആയുധങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ളൂ. ഏത് തരത്തിലുള്ള ആയുധങ്ങൾ ഒരിക്കലും അവരുടെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനത്തിലോ ഒന്നും വഴങ്ങാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു പഠനത്തിൻ്റെയും വിശകലനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ എപ്പോഴും ആയുധങ്ങൾ വാങ്ങാറുള്ളൂ. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ വിജയത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അതിനകത്തിൽ വളരെ ഹാർഡായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നത്. പാകിസ്ഥാനെ പേരെടുത്ത് ആക്രമിച്ചും അതുപോലെ തന്നെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വാൺ ചെയ്യുകയും ചെയ്തു. തീവ്രവാദ പ്രവർത്തനങ്ങളോട് ഒരു രീതിയിലുള്ള സന്ധിയുമില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യവും. അതിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള തേർഡ് പാർട്ടി മീഡിയേഷനോ അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് ഇതല്ലാതെ മറ്റൊരു ഡയലോഗ് ഇനിയും ഉണ്ടാകത്തില്ല എന്നുള്ള ശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാന് അതുപോലെ തന്നെ ലോക സമൂഹത്തിനും, ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും. ഗ്ലോബൽ കമ്മ്യൂണിറ്റി അമേരിക്ക, റഷ്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്, പ്രധാനപ്പെട്ട രാജ്യങ്ങളെ കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പണ്ട് മുതലേ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, അവരെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്കെതിരെ ആണവായുധം ഉപയോഗിക്കുന്നൊക്കെ ഉള്ളൊരു ബ്ലാക്ക് മെയിൽ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വരെയുള്ള
ഭരണകർത്താക്കളും ഭരണകൂടങ്ങളും ഒക്കെ ഒരുപക്ഷെ അതിന് അസമ്മതരാകുകയും അല്ലെങ്കിൽ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടാണ് പാകിസ്ഥാനായിട്ട് ഡീൽ ചെയ്യുന്നതിൽ നമ്മൾ ഒരു നയം അല്ലെങ്കിൽ താല്പര്യം കാണിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അതെല്ലാം തിരുത്തി കുറിക്കുക തിരുത്തി കുറിച്ചു എന്നുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഭീഷണിപ്പെടുത്താം, ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ ആണവായുധം കാണിച്ച് നമ്മളെ ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്നുള്ള മോഹമല്ല, വ്യാമോഹം. അത് പാകിസ്ഥാന്റെ വെറും എന്താണ് പറയുന്നത്, ഒരു ദിവാസ്വപ്നം മാത്രമായിരിക്കും. അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് നമ്മളുടെ മോദി അവർക്ക് കൊടുത്ത എന്താണ് പറയുന്നത് മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ അധീന കാശ്മീർ, പാക് ഒക്കുപ്പൈഡ് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കാശ്മീരിന്റെ ഭാഗം അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ കയ്യിലെത്തുമെന്നുള്ള സൂചനയും നൽകി. അപ്പം അതിനെ സംബന്ധിച്ച് യാതൊരു ടോക്കും ഡയലോഗും ഒന്നും ഇനി ഉണ്ടാകത്തില്ല എന്നാണ് നമ്മളുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനും ലോക സമൂഹത്തിനും കൊടുത്ത വാർണിംഗ് നമ്മൾ. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു നമ്മളുടെ രാഷ്ട്ര തലവൻ ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ എപ്പോഴും നൽകേണ്ടത്. മനസ്സിലായില്ലേ? ഇതുപോലുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്, ശക്തമായിട്ടുള്ള വാർണിങ്സ്, ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കണം. അത് ഏത് പ്രധാനമന്ത്രിയായാലും ശരി. കാരണം ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഏറെയായി. നമ്മൾ ഇതിനെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടോളറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് ഇന്ത്യക്ക് ഒരിക്കലും അനുകൂലമായ ഒരു നയവും നിലപാടും ആയിരിക്കും. അപ്പം പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസിൽ കൂടെ നമ്മൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഒന്നിലധികം കാര്യങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കുക. ഒന്ന്, ഇന്ത്യയുടെ സൈനിക ശക്തി. അത് പാകിസ്ഥാൻ അല്ല ചൈന പോലും അത് പരീക്ഷിക്കാൻ വരണ്ട എന്നുള്ളതാണ് നമുക്ക്. പിന്നെ ബംഗ്ലാദേശ് നമുക്കറിയാമല്ലോ, അടുത്ത കാലത്തായിട്ട് ചില കൂടുതലാണ്. ഇനിയും ബംഗ്ലാദേശ് എന്തായാലും ഒരു രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റൊന്നും പറയുക പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വദേശീയമായിട്ട് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളുടെ പ്രഹരശേഷിയും കൃത്യതയും, പ്രിസിഷൻ ആൻഡ് ആക്യുറസി, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് പറയുന്നത്, ആ ഒരു ശത്രുവിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രഹരത്തിൻ്റെ ശേഷി, ഇതൊക്കെ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡയമെൻഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ശത്രുവിനെ, പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. അതിലപ്പുറം നമ്മളുടെ സൈനിക ശക്തി ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചറിയിക്കുക എന്നുള്ളത്. കാരണം ഇനിയും നമ്മുടെ ശത്രു രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രസ്താവനയിൽ കൂടെ പോലും ഇന്ത്യ വിരുദ്ധ ഒരു നിലപാട് എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും ഈവൻ ചൈന ആയാലും പോലും. കാരണം ചൈനയൊക്കെ ഇനിയും വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ ഇന്ത്യയോടെ ഇടപെടൂ എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. കുറഞ്ഞപക്ഷം ഈ ഒരു ഭരണകൂടം നിലനിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിലനിൽക്കുന്നിടത്തോളം സമയം തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ ഇന്ത്യയോട് ഡീൽ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിരുന്നു. ഇന്ത്യയുടെ ശക്തി എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ത്യയെ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പലതും പറഞ്ഞ് പേടിപ്പിച്ച്, ഇത്രയും നാളും നമ്മളെ പലതും പറഞ്ഞ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നമ്മളെ മുൾമുനയിൽ നിർത്താൻ ആഗ്രഹിച്ച ഈ രാജ്യങ്ങൾക്ക്, അതിനകത്തിൽ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല, വെസ്റ്റേൺ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുണ്ട്. മനസ്സിലായോ? ടർക്കിക്കിനകത്ത് വലിയ റോളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ടർക്കിയും വളരെ കാലമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിന് ഫലമായിട്ട് അവരെ പാകിസ്ഥാനെ കൂടുതൽ സഹായിക്കുകയും മിലിറ്ററി എക്യുപ്മെന്റ്സും പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ വേളയിൽ തന്നെ അവർക്ക് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ കൊടുത്ത് സഹായിച്ചതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ചൈനയെ ഒഴിച്ച് മറ്റ് ഒട്ടുമിക്ക ഏഷ്യൻ രാജ്യങ്ങളും ആയുധങ്ങൾക്ക് വേണ്ടി, ഇപ്പം ജപ്പാനായാലും സൗത്ത് കൊറിയ ആയാലും ശരി, ഈ പറഞ്ഞ സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. റഷ്യയെ പോലും എല്ലാവരും ആശ്രയിക്കുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിലുള്ള രാജ്യങ്ങളാണ് അവിടെ കൂടുതൽ ആശ്രയിക്കുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ അക്രമം നടത്തുന്നതിനും അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ അറ്റാക്കിനെതിരെ നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇന്ത്യ നിർമ്മിച്ചതല്ല, ചിലപ്പം റഷ്യയുമായിട്ടുള്ള, ഇപ്പം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ റഷ്യ കൊളാബറേഷനാണ്.
അതുപോലെ തന്നെ ഇന്ത്യ ഇസ്രായേൽ കൊളാബറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ തന്നെയും നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വെപ്പൺസ് അല്ലെ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പാകിസ്ഥാന്റെ ഡ്രോണുകൾക്കെതിരെയും മിസൈലുകൾക്കെതിരെയും പ്രതിരോധം സൃഷ്ടിക്കുവാൻ നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് മുകളിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒരു വസ്തുതയെ മാറിക്കഴിഞ്ഞത്. പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, അതായത് ഡ്രോൺസ്, മിസൈലുകളെല്ലാം തന്നെ ചൈനയുടെയും ടർക്കിയുടെയും ആയിരുന്നു പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ശക്തിക്ക് മുന്നിൽ അതൊക്കെ തീർച്ചയായിട്ടും നിഷ്പ്രയോജനമായി പോയി, അല്ലെങ്കിൽ നിഷ്പ്രഭയായി പോയി എന്നുള്ളതൊരു ലക്ഷ്യം കാണാൻ സാധിച്ചില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇത്രയും മാസീവായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ അറ്റാക്ക് നമ്മളെ പ്രതിരോധം പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയാത്തതാണ്. ആൾനാശനഷ്ടങ്ങൾ ഉൾപ്പെടെ, ആൾക്കാരുടെ നഷ്ടങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെക്കാമായിരുന്ന ഡാമേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അസ്യൂം ചെയ്യാൻ കഴിയാത്തായിരുന്നു. നമുക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടേണ്ടി വരുമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ സുശക്തമായതുകൊണ്ടും വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ടും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ആംസും എക്യുപ്മെന്റ്സും പ്ലാറ്റ്ഫോംസും സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും സാധിച്ചു എന്നുള്ളത് ഇതിനകത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലെയൊക്കെ തന്നെ അതായത് ടർക്കിയുടെയും ചൈനയുടെയും ഡ്രോൺസും മിസൈലും ഒന്നും തന്നെ ഇന്ത്യൻ മണ്ണിൽ പതിക്കുവാൻ അവർക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് സാധിച്ചില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ടർക്കിയും മിലിറ്ററി എക്യുപ്മെന്റ്സും ആംസും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. കാരണം അവർ അത്ര മോശം രാജ്യമൊന്നുമല്ല. പിന്നെ എർഡോഗാൻ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ചില എന്താ പറയുക, രാജ്യത്തിൻ്റെ ഒരു പുറമോട്ടുള്ളൊരു പോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പുള്ളി കൂടുതലും ഇസ്ലാമിക് ആയിട്ടുള്ളൊരു റൂളിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതർവൈസ് ചൈന ഒരു മോഡേൺ സെക്കുലർ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്, അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ടർക്കി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉള്ള ഒരു രാജ്യം തന്നെയാണ്. അവരും ആയുധങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ചൈനയും അത് തന്നെ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഫ്റ്റർമാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ മിലിറ്ററി എക്സ്പോർട്സ് അല്ലെങ്കിൽ ആംസ് എക്സ്പോർട്സ് അല്ലെ വെപ്പൺസ് എക്സ്പോർട്സ് കയറ്റുമതി വളരെയധികം രാജ്യങ്ങളിൽ സംശയം ഉളവാക്കി വെക്കുകയും ഉണ്ടാക്കാൻ പോവുകയും അതുപോലെ തന്നെ അവരുടെ ഇറക്കുമതി കുറയാൻ അതിന് സാധ്യത തെളിയിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേസമയം ഇന്ത്യയുടെ ആയുധ കയറ്റുമതിക്ക് നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം ഇന്ത്യയുടെ ഡിഫൻസ് സ്റ്റോക്ക് എല്ലാം തന്നെ 4% മുകളിൽ റാലി അപ്പ് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സിന് കൂടുതൽ സ്വീകാര്യത ലോകരാജ്യങ്ങളിൽ കിട്ടാനുള്ള ഒരു വാതായനം അല്ലെങ്കിൽ ഒരു പോർട്ടൽ തുറന്ന് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് ഇന്ത്യ ആയുധ കയറ്റുമതിയിൽ ക്രമാതീതമായിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമുക്ക് സ്വയം പര്യാപ്തതയിലൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ആയുധങ്ങൾ വൻതോതിൽ റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും അതിനകത്തിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ആഭ്യന്തരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഈ പ്രതിരോധ ഉപകരണങ്ങളുടെ, ആയുധങ്ങളുടെ കയറ്റുമതിയിൽ നമ്മൾ 12.04% വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അതിനു മുമ്പുള്ള വർഷത്തേക്കാൾ. 23,622 കോടി രൂപയാണ് നമുക്ക് വരുമാനം ഇതുവഴി കയറ്റുമതിയിൽ നമുക്ക് ലഭിച്ചത്. ഈ സാമ്പത്തിക വർഷം അത് ഇരട്ടിയാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വിപണിയിൽ ആ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള ഈ ആക്രമണം ഇതൊരു വലിയൊരു അഡ്വർടൈസ്മെന്റായി മാറിയില്ല. കാരണം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യതയും കണിശതയും പ്രിസിഷനും ആക്യുറസിയും സൊഫിസ്റ്റിക്കേഷനും അതുപോലെ തന്നെ ഫയർ പവറും ഒക്കെ തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യൻ ആയുധങ്ങൾ നമുക്കറിയാം, ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിലേക്ക് നമ്മൾ ഡിഫൻസ് പ്രോഡക്ട്സ്, അതായത് ബ്രഹ്മോസ് മുതലുള്ള
ആകാശ് മിസൈല്, പിന്നെ വേറെ എന്താണ്, ഇതുപോലുള്ള അത്യാധുനിക ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ മുതൽ മറ്റ് ഡിഫൻസ് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നൂറുൽപ്പന്ന രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആയുധങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒമാൻ, ഈജിപ്റ്റ്, ഇസ്രായേൽ, US, തായ്ലൻഡ്, മലേഷ്യ, ജർമ്മനി, ബെൽജിയം തുടങ്ങിയ വിയറ്റ്നാമൊക്കെ ഉണ്ട്. വിയറ്റ്നാം നമ്മുടെ ബ്രഹ്മോസ് മേടിച്ചിട്ടുള്ളതാണ്. ഫിലിപ്പീൻസ് ബ്രഹ്മോസ് മേടിക്കുന്നതാണ്. അർമീനിയയ്ക്ക് നമ്മൾ ഏതാണ് ആകാശ് മിസൈലാണെന്ന് തോന്നുന്നു, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. അർമീനിയ നമ്മൾ ആം ചെയ്യുന്നുണ്ട്, ആയുധവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആയുധങ്ങൾ അവർ വാങ്ങിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കാൻ, കാരണം വിശ്വാസ്യതയാണ്, ക്വാളിറ്റിയിലുള്ള വിശ്വാസ്യത. അതാണല്ലോ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു രാജ്യത്തിനോട് മമതയുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമാണെന്നും പറഞ്ഞ ആ രാജ്യത്തിന്റെ, ഇപ്പൊ ചൈനയ്ക്ക് പാകിസ്ഥാനെ പറ്റിയ അബദ്ധം ഒന്ന് ആലോചിച്ച് നോക്കി. ചൈനയായിട്ട് ഭയങ്കര ബൈ ആണല്ലോ. കാരണം ഉള്ള ആയുധങ്ങളെല്ലാം ചൈനയിൽ നിന്ന് മേടിച്ചിട്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടായില്ല. കാരണം ഇന്ത്യക്ക് കൃത്യമായിട്ട് വിചാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ബോംബും മിസൈലും ഡ്രോണുകളും വർഷിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ചൈനയെ അകമഴിഞ്ഞ് ആശ്രയിച്ച പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പം മമത കാണിച്ച് നമ്മൾ രാജ്യത്തെ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതും കൂടെ ഒരു പാഠമാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാജ്യങ്ങൾ നോക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട ആയുധങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതിനാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഇനി ടർക്കിക്കും ചൈനയ്ക്കും നഷ്ടപ്പെടാൻ പോകുന്ന വലിയ കയറ്റുമതി വിപണിയായിരിക്കും, അല്ലെങ്കിൽ കമ്പോളമായിരിക്കും എന്നുള്ള ഏത് സംശയങ്ങളൊന്നുമില്ല. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുവാൻ രംഗത്ത് വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ നമ്മുടെ പൊതുമേഖല ആയുധ നിർമ്മാണ കമ്പനികളുണ്ട്, അതുപോലെ സ്വകാര്യ മേഖലകളുണ്ട്. പൊതുമേഖല ആയുധ നിർമ്മാണ കമ്പനികൾ ഇപ്പം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഇങ്ങനെയുള്ള പല കമ്പനികൾ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇങ്ങനെയുള്ള ഒത്തിരി പൊതുമേഖലയിലുള്ള കമ്പനികളും ഡിഫൻസ് പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും ചെറുതും വലുതായിട്ടുള്ള ഒട്ടനവധി കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കച്ചവടങ്ങൾ കൂടുവാനും എക്സ്പോർട്ടുകൾ, നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് അല്ലെങ്കിൽ വെപ്പൺസ് എക്സ്പോർട്ട് കൂടുവാനുമുള്ള സാധ്യതകൾ ഇത് വഴിതെളിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അത് നമുക്ക് വിദേശ നാണ്യം കൂടുതൽ നേടിത്തരാനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മളെ നയിക്കുവാനൊക്കെ സാധിക്കും. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം $375 മില്യൺ ആയിരുന്നു. പിന്നെ വിയറ്റ്നാം ഏകദേശം അത് വിയറ്റ്നാമായിട്ട് നമ്മൾ അതിൻ്റെ ഡീലെല്ലാം ഏകദേശം സെറ്റിലായിട്ടുണ്ട് ബ്രഹ്മോസിൻ്റെ സെയിലിന് വേണ്ടി. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ബ്രഹ്മോസും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ചൊരു വെപ്പൺ സിസ്റ്റമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി, വളരെ പ്രിസൈസായിട്ട്, ആക്യുറേറ്റ് ആയിട്ട്, വിത്ത് മോർ ഫയർ പവർ, പ്രഹരശേഷിയോടുകൂടി നമുക്ക് പാകിസ്ഥാൻ്റെ മണ്ണിൽ അതിനെ നമുക്ക് വർഷിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഇന്ത്യയുടെ കരുത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ ശക്തിയും സൈനിക ശക്തിയും വിളിച്ചറിയിക്കുന്നതിനപ്പുറം തീർച്ചയായിട്ടും നമ്മളുടെ ആയുധങ്ങൾക്ക് കൂടുതൽ പ്രിയം ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യത ഇതിൽ നിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് ചൈനയ്ക്കും ടർക്കിക്കുമാണ്. അവരുടെ ഇമേജ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നന്നേ കുത്തനെ ഇടിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചൈനീസ് പ്രതിരോധ ഓഹരികൾ വൻ ഇടിവിൽ ഇന്ത്യൻ ഇവിടെ മേളിൽ കാണിക്കുക, ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾ കുതിപ്പും ഏകദേശം 4% മേളിൽ ഈ പ്രധാനമന്ത്രിയുടെ രാജ്യത്തുള്ള അഭിസംബോധനയ്ക്ക് ശേഷം ഡിഫൻസ് സ്റ്റോക്ക് എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ എന്താണ് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു പുത്തൻ ഉണർവ് ഇന്ത്യൻ ഡിഫൻസ് മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെ. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഐ വിഷ് യു എ വണ്ടർഫുൾ ഡേ.